എൻ്റെ കൊച്ചിനെ ഞാൻ കാരണമായിട്ട് ഞാൻ ഒന്നും വെച്ച് വെച്ചിട്ടില്ല. ഞാൻ കാരണം എൻ്റെ കുട്ടി പോയിട്ടുമില്ല. ഇത് ജനറ്റിക്കലി കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റിൻ്റെയും അല്ലാത്ത കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും കഴിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് എന്തെങ്കിലും ഇതും കൊണ്ടൊക്കെ ആണോ. അപ്പൊ നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് അവരെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇച്ചാനും കുഞ്ഞാറ്റയും അതന്നെ ഒരു കാലത്ത് കരച്ചിൽ തന്നെ ആയിരുന്നല്ലോ ഇവരുടെ പരിപാടി. കുഞ്ഞാറ്റ എന്നും വന്നിരുന്ന വ്ളോഗിൽ കരയും. അങ്ങനെ കരഞ്ഞാണ് ഇവര് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചത് അല്ലെ. അങ്ങനെ അതിനുശേഷം കുഞ്ഞാറ്റന്റെ കരച്ചിലിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു തുടങ്ങി. എന്ത് കരഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കുഞ്ഞാറ്റ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് വല്ല കരച്ചിലും പിടിച്ചാലൊന്നും കുഞ്ഞാറ്റയ്ക്ക് ഇല്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുന്നേ കുഞ്ഞാറ്റ വീണ്ടും കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ ചുമ്മാതുള്ള കരച്ചിലല്ല, സംഗതി കുറച്ച് സീരിയസ് ആണ്. പലർക്കും അറിയുമായിരിക്കും സംഭവം. പുള്ളിക്കാരി ഗർഭിണിയായിരുന്നു, പക്ഷെ അബോർട്ട് ആയി പോയി. ആൾ 6 മാസത്തോളം പ്രഗ്നന്റ് ആയിരുന്നു. പുള്ളിക്കാരിയുടെ ഗർഭം തുടങ്ങുന്ന തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. പുള്ളിക്കാരി ഗർഭിണിയാണെന്ന് അറിഞ്ഞത് തൊട്ട് ഡെയിലി വ്ളോഗുകൾ ഇടുമായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട്. ഡേ ഇൻ മൈ ലൈഫ് അറിയാലോ, ദിവസവും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗാക്കി കാണിക്കുന്നതിനാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും ഗർഭിണി ആയതിനു ശേഷം പുള്ളിക്കാരുടെ ഡേ ഇൻ മൈ ലൈഫിനൊക്കെ ഒരു പ്രത്യേക റീച്ച് ആയിരുന്നു. അത് പിന്നെ പൊതുവെ നമ്മുടെ മലയാളികൾ അങ്ങനെയാണല്ലോ, ഗർഭം കല്യാണം ഇതിനൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ. എന്തൊക്കെയായാലും പുള്ളിക്കാരി ഡേ ഇൻ മൈ ലൈഫിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഡെയിലി രാവിലെ നടക്കുന്ന തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നവരെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. അത് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക ഓഡിയൻസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മാത്രവുമല്ല, കുഞ്ഞാറ്റിന്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കുഞ്ഞാറ്റ് തന്നെയാണ്. ഭർത്താവിന് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ 2 വരുമാനങ്ങളുണ്ട്. ഒന്ന് വ്ളോഗ് ചെയ്ത് കിട്ടുന്ന വരുമാനം, പിന്നെ പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടിക് ഒക്കെ ഉണ്ട്. ഈ ഓർഡർ എടുത്ത ലഹങ്കകളും ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന പരിപാടി. അതിൽ സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്ന കുഞ്ഞാറ്റൊക്കെ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരി ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ ജോലികളെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഭർത്താവാണെങ്കിലും ഇതിന് പ്രത്യേകിച്ച് വേണ്ട കോൺട്രിബ്യൂഷൻ ഒന്നും നൽകുന്നുമില്ല. എന്തൊക്കെയാലും പുള്ളിക്കാരുടെ ഡേ ഇൻ മൈ ലൈഫിലെ ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടോക്കാം. സ്കേർട്ട് ആൻഡ് ടോപ്സും അതുപോലെ തന്നെ വിചിത്ര സിൽക്കിന്റെ സ്കേർട്ട് ആൻഡ് ടോപ്പും പിന്നെ പട്ടുപാവാട ബ്ലൗസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒക്കെ എന്താ പറയുക, സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇതുവരെ ഓർഡർ എടുത്ത എല്ലാവരുടെയും ഓണത്തിന് മുമ്പ് എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ടൊന്ന് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കണം. എന്നാലും മാക്സിമം അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തന്നെ നമ്മൾ സ്പീഡപ്പായിട്ട് തന്നെയാണ് ചെയ്യാറ്, ഒന്നും തന്നെ ഡിലേ ആക്കാറില്ല. ചിലവർ മാത്രമാണ് നമുക്ക് നമ്മുടെ അടുത്ത് അല്ലാതെ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഓക്കെ, ഇത് പുള്ളിക്കാരി ഒരാഴ്ച മുന്നേ ചെയ്ത വീഡിയോ ആണ്. നിങ്ങളിവിടെ നോക്കണം, 5 മാസം ഗർഭിണി ആയിരിക്കുകയാണ്. എന്നിട്ട് പോലും ആ ഗർഭത്തെ വില വെക്കാതെയാണ് പുള്ളിക്കാരി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അത്രയും ഡെഡിക്കേഷൻ ആണ് പുള്ളിക്കാരിക്ക്. ഇവിടെ പുള്ളിക്കാരി അവസാനം ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ, അതായത് ഗർഭവും മറ്റുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് 2 ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പുള്ളിക്കാരുടെ കൺസേൺ എന്ന് പറയുന്നത് കൃത്യസമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ആ സമയത്ത് പോലും സ്വന്തം ഗർഭത്തെക്കാളും പുള്ളിക്കാരി കൺസിഡറേഷൻ കൊടുക്കുന്നത് വർക്കിനാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് പുള്ളിക്കാരി വർക്കിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് പുള്ളിക്കാർ എത്രയും ആഗ്രഹിക്കുന്നുണ്ട്. എന്തിന് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് പോലും പുള്ളിക്കാരി പണം കടം മേടിക്കാറില്ല. അതിനെ കുറിച്ച് പുള്ളിക്കാരനെ പറയുന്നത് കേട്ടോക്കാം. ബ്രൈഡൽ വർക്ക് ഞാനൊരു ചെറിയ പേയ്മെന്റ് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ചെയ്തിട്ട് എൻ്റെ കയ്യിലോട്ടൊന്നും വരുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ ഇന്ന് വരെ ആശ്രയിച്ചിട്ടുമില്ല, ഞാൻ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുമില്ല കേട്ടോ. കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ തിരിച്ച് കൊടുക്കാറുമുണ്ട്. അല്ലാതെ ഞാനൊരു 10 രൂപ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നോ ആയിട്ടോ ഒന്നും മേടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരെ ജീവിതം കഴിഞ്ഞിട്ടില്ല. എന്നാൽ കൂടിയുള്ള ആളോ അത് മനസ്സിലാക്കുന്നുമില്ല. പക്ഷെ നമുക്ക് ഭയങ്കര, എനിക്ക് എൻ്റെ പഠനത്തിന് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമുള്ളത്. എന്താണ് എനിക്കിങ്ങനെ സങ്കടം വരണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നെ ഒരു രീതിയിലും ഒരാൾ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കുള്ളത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു, എന്നിട്ട് എനിക്കുള്ളത് ഓക്കെ, അപ്പൊ അതാണ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ലൈഫാണ് പുള്ളിക്കാരുടെ തന്നെ പറയേണ്ടി വരും അല്ലെ. ഇത് കാണുമ്പോൾ ആർക്കായാലും അങ്ങനെ തോന്നിപ്പോകും. പുള്ളിക്കാരി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, ആരടുത്തൊന്നും ഞാൻ കടം മേടിക്കാറില്ല, മേടിച്ചു കഴിഞ്ഞാൽ വേഗം തിരിച്ചു കൊടുക്കാറുണ്ട്, എന്റെ കൂടെ ജീവിക്കുന്ന ആളെ എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് അല്ലെ. ഇതിൽ നിന്ന് തന്നെ പുള്ളിക്കാരുടെ സ്ട്രഗിൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് തന്റെ ഭർത്താവിനെ കുറിച്ചും പുള്ളിക്കാരി 2 വാക്ക് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. ചെയ്യാൻ പറ്റുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ജോലിയൊന്നുമില്ല, പക്ഷെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് ജീവിക്കുന്നത് ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ഞാനിപ്പോൾ പല വട്ടമായിട്ട് ചിന്തിക്കണോ. അത്രയും എനിക്കൊന്നും എഫേർട്ട് എടുത്തിട്ട് എൻ്റെ കയ്യിലോട്ട് വരാത്തതിൻ്റെ സങ്കടമായിരിക്കാം. വാവു വരാത്തതിൻ്റെ സങ്കടമായിരിക്കാം. എങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് ചെയ്യുന്നതിനൊന്നും കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾക്ക് പോലും പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അക്കൗണ്ട് ത്രൂ പോയിക്കൊണ്ടേയിരിക്കുവാണ്. എന്നാൽ എൻ്റെ ആവശ്യങ്ങൾക്കാണോ അല്ലെങ്കിൽ വീട്ടു ചെലവിനാണോ അതും അല്ലാതെ ഭയങ്കര സങ്കടമാണ്. അച്ചാച്ചനെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ആരെയും വിളിച്ച് പറയാറില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് എന്നെ ഒരുപാട് പേര് ഇഷ്ടക്കുറവായി
ആയി തുടങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊന്നും എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ല, വീട്ടിലും പറയുന്നില്ല, എൻ്റെ അടുത്തും പറയുന്നില്ല. പക്ഷെ മനസ്സിലിങ്ങനെ വിതുമ്പി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് പോകണേ. പക്ഷെ എൻ്റെ ലൈഫ് സ്റ്റോറിയെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. നന്നായി, അത് ഷെയർ ചെയ്യാൻ തന്നെ നല്ലത്. അപ്പൊ ഇവിടെ പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് ഫിനാൻഷ്യലിയും മെന്റലും ഫിസിക്കലിയും ഒക്കെ പുള്ളിക്കാരെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ചുറ്റുമുള്ളവരിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇൻഡയറക്ട്ലി ഭർത്താവിൽ നിന്ന് പോലും ഇത്തരം സപ്പോർട്ടുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇത് കേൾക്കുന്ന ആർക്കായാലും ഭർത്താവിനോട് ഒരു ദേഷ്യം തോന്നിപ്പോകും അല്ലെ. എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഈ ചങ്ങായാണ് പണിക്ക് പോകുന്നില്ല, എന്നാൽ ഇവളിട്ട് സഹായിക്കുക അതുമില്ല. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ ഈ വീഡിയോക്ക് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് പുള്ളിക്കാരിന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളാണ്. അതെങ്ങനെ വരത്തുള്ളൂ, ആ രീതിയിലുള്ള പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഒരു കമന്റ് വായിച്ചു നോക്കാം. കുഞ്ഞാറ്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്നത് കൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കുന്നത്. ഗർഭിണി ആയിരിക്കുന്ന സമയമെങ്കിലും കുറച്ച് വിശ്രമം എടുത്തുകൂടെ, പാവം സങ്കടം തോന്നുന്നു. ഇതാണ് ഒരു കമന്റ്. ഇത്തരത്തിലുള്ള കമന്റുകളാണ് കൂടുതലും. ഈ കമന്റ് ഇട്ട ആള് പറഞ്ഞത് കുറെയൊക്കെ ശരിയാണ് അല്ലെ. ഈ ഗർഭാവസ്ഥയിലും ഇങ്ങനെ മെഷീൻ ഇട്ട പോലെയാണ് കുഞ്ഞാറ്റ വർക്ക് ചെയ്യുന്നത് അല്ലെ. എന്നും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, കിടന്നുറങ്ങുന്നത് രാത്രി ലൈറ്റ് ആയിട്ടു. എന്തായാലും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത്. എന്ത്, കുഞ്ഞാറ്റന്റെ ഗർഭം അബോട്ടാകുന്നു, അതായത് ഗർഭം അലസി പോയി. അപ്പൊ കുഞ്ഞാറ്റ് എന്താക്കി, അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട് നമുക്ക് എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. 6th month പ്രഗ്നൻസി, മാപ്പ് കൊണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടും മോഹിക്കരുത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. എനിക്ക് 6 മാസം ഞാൻ വയറ്റിൽ ചുമന്നിട്ടല്ലേ മോഹിച്ചത്, എനിക്ക് തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കൊതിപ്പിച്ചത്. സോഷ്യൽ മീഡിയ, ഞാൻ ഓൾറെഡി എന്റെ പ്രഗ്നൻസി സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തിരുന്നു, അതുപോലെ ഇനി എന്റെ കൂടെ എന്റെ പൊന്നോമന ഇല്ല എന്നും അറിയിക്കുന്നു. ഇതാണ് പോസ്റ്റ്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത് അല്ലെ. ഇനി ഇങ്ങനെ ഒരു വാർത്ത കുഞ്ഞാറ്റ് പങ്കുവെക്കുമ്പോൾ ഒബ്വിയസ്ലി അതിന് താഴെ എത്തരത്തിലുള്ള കമന്റ്സ് ആയിരിക്കും വരാന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. എന്തായിരിക്കും, ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്തിട്ടല്ലേ, ഭർത്താവ് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടല്ലേ, പ്രഗ്നൻസിയിൽ ഏറ്റവും വേണ്ടത് റെസ്റ്റ് ആണ്, അത് നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അല്ലെ. അങ്ങനത്തെ കമന്റ്സ് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ എന്തായാലും ആ രീതിയിലുള്ള കമന്റ്സുകൾ ഒരുപാട് വന്നു എന്നുള്ളതാണ്. കുറെയൊക്കെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയുള്ള കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മുന്നേ പുള്ളിക്കാരി ഈ കമന്റ്സിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. വീഡിയോയിൽ വന്ന് പുള്ളിക്കാരി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. 6ാം മാസമാണ്. നമ്മൾ 5th month സ്കാനിനോട് കൂടിയിട്ടാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ജനറ്റിക്കലി ഉള്ള പ്രശ്നമാണ്, അല്ലാതെ ഞാൻ പണിയെടുത്തിട്ടോ ഞാൻ ഓടി നടന്നിട്ടോ ഞാൻ റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടോ ഉള്ള പണിയല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പണി എനിക്ക് ഒരുപാട് കഠിന അധ്വാനിയായിട്ടോ അല്ലെങ്കിൽ കഠിന പണിയായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെടുക്കുന്ന ജോലികളൊന്നും നിങ്ങൾക്ക് കഠിനമായിട്ട് തോന്നിയില്ലായിരുന്നേക്കാം. പക്ഷെ നിങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയണത് എങ്ങനെയാണ്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എനിക്കൊരു സപ്പോർട്ടും കിട്ടുന്നില്ല, ഞാൻ ഭയങ്കര സ്ട്രഗിളിംഗ് ലൈഫാണ് മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവർക്ക് നിങ്ങൾക്ക് ഭയങ്കര കഠിന പണി എടുക്കുന്നതെന്ന് തോന്നത്തുള്ളൂ. അത് കാണുന്നവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അങ്ങനെ പ്രസന്റ് ചെയ്യണതിനെ കൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയായാലും ഈ പണികളൊന്നും എടുക്കുന്നത് കൊണ്ടല്ല അബോട്ടായി പോയെന്ന് പുള്ളിക്കാർ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു മരണ കാരണം. അത് പിന്നെ ജനറ്റിക്കലി വരുന്നതാണ്, പണിയെടുക്കുന്നതുകൊണ്ടോ പണിയെടുക്കാതിരുന്നോണ്ടോ വരുന്നതല്ല. പിന്നെ 5-6 മാസം ആകുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുള്ളിക്കാരുടെ ഹാർഡ് വർക്ക് കൊണ്ടോ വിശ്രമമില്ലാത്ത ജീവിതം കൊണ്ടൊന്നുമല്ല കുഞ്ഞില്ലാതായത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി പുള്ളിക്കാർ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. എൻ്റെ കൊച്ചിനെ ഞാൻ കാരണമായിട്ട് ഞാൻ ഒന്നും വെച്ച് വെച്ചിട്ടില്ല, ഞാൻ കാരണം എൻ്റെ കുട്ടി പോയിട്ടുമില്ല. ഇത് ജനറ്റിക്കലി കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റിൻ്റെയും അല്ലാത്ത കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും കഴിക്കാനിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം കൊണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ ആണോ, എൻ്റെ മെൻ്റലി ഇതുകൊണ്ടൊക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ജനറ്റിക്കലി ഉള്ളതാണ്, ഇതൊന്നും അങ്ങനെയല്ല, ദൈവം ഇങ്ങനെയാണ് തന്നേർന്നേ എന്നാണ് പറഞ്ഞത്. നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കണേ. എനിക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് സത്യത്തിൽ. എന്നെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്നെ കുത്തി നോവിക്കരുതെന്ന്. ഓരോ വീഡിയോയുടെ താഴെ ഓരോ പഴയ വീഡിയോസിന്റെ താഴെ ഓരോരുത്തർക്ക് കമന്റ് ആയിട്ടും കൊച്ചബോട്ടായി നീ കളഞ്ഞല്ലോ, ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് പോയല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ദൈവം അങ്ങനെ തന്നത്. ഞാനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. എനിക്ക് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടും എൻ്റെ കെട്ടിയോന് വേണ്ടിയിട്ടും എനിക്ക് ജീവിക്കണം. ഒരുപാട് കമന്റ്സ് എനിക്ക് ഒരുപാട് രീതിയിൽ വരുന്നുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കമന്റ്സ് വന്നുകൊണ്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം വീഡിയോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു വന്നത് അബോട്ട് ആയ സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് സോഷ്യൽ മീഡിയ ആണെന്നുള്ളതാണ് അല്ലെ. കാരണം താൻ അബോട്ട് ആയെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നു പറയുമ്പോൾ ആളുകൾ എത്തരത്തിൽ അത് റിസീവ് ചെയ്യുന്നുള്ള പേടി പുള്ളിക്കാരിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കുറെ കാലമായാലും കുഞ്ഞാന്റെ സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ആകുമ്പോൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആളുകൾ അഭിപ്രായം പറയും. രണ്ടിനെ റിസീവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാര്യമുള്ളൂ.
ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വീഡിയോസ് ചെയ്യാതിരിക്കുക. അതായത് ഡേ ഇൻ മൈ ലൈഫ് പോലെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ തുറന്നു കാട്ടാതിരിക്കുക. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോ സോഷ്യൽ മീഡിയനെ കുഞ്ഞാറ്റ് ഭയക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കുറച്ച് കാലത്തേക്ക് സോഷ്യൽ മീഡിയ ഇന്ന് മാറിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് വീഡിയോസ് ചെയ്യാൻ വേണം, എന്നാൽ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് കാണാനും പാടില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. നെഗറ്റീവ് കമന്റ്സിന് അങ്ങനെ നോർമൈൻഡ് ആക്കി വിടാം. നിങ്ങളെ പണിയെടുത്ത് പോകും, അത്രേ ഉള്ളൂ. എന്തൊക്കെയായാലും ഇതിന്റെ കൂട്ടത്തിൽ എല്ലാവരും പുള്ളിക്കാരന്റെ ഭർത്താവിനെ പഴിക്കുന്നുണ്ടല്ലോ. മെന്റലും ഫിസിക്കലും ഒക്കെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നുള്ളത്. അതിനും പുള്ളിക്കാർ ഒരു മറുപടി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ട് നിർത്താം. കൂടി ഒന്ന് മനസ്സിലാക്കണം, ഞാൻ കാരണമല്ല എന്റെ കുട്ടി പോയിട്ടും എന്റെ കയ്യില് എനിക്ക് എന്താ പറയാ, ഞാൻ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേ എന്റെ അടുത്ത് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇച്ചാൻ എന്നെ സഹായിക്കത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞു പോയതാണ്. ഞാനത് ഓർത്തോർത്ത് കരഞ്ഞു പോയതാണ്. അല്ലാതെ ഇച്ചാൻ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഇച്ചാൻ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. വീട്ടിലെ പണി ചെയ്യാൻ ഞാൻ ചെയ്യുമ്പോഴാണ് കംഫർട്ടബിള്. അല്ലെങ്കിൽ ഇച്ചാനിപ്പോൾ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല. അപ്പം എനിക്കത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിള്. ഇച്ചായൻ പണ്ടോട്ടേ അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഇച്ചായൻ ഒരു രീതിയിൽ ചെയ്തിട്ടുമല്ല. എനിക്ക് അവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ജീവിതം നിങ്ങൾ കാണുന്നതേ അല്ല. ഇച്ചായനിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും ആയിട്ട് എന്നെ എന്തെങ്കിലും രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട്. അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു ഇത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിക്കുമെന്ന്. വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. അത് ഇപ്പോൾ ആര് വന്നാലും, ഇപ്പം എൻ്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എൻ്റെ അനിയൻ വന്നാലും എൻ്റെ കൂടെ ആര് വന്നാലും ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരന്റെ ഹസ്ബൻഡിനെ ആളുകൾ കുറ്റം പറഞ്ഞു, പുള്ളിക്കാർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ? അതിനൊരു സങ്കടമാണ് ഇപ്പൊ നമുക്ക് മുന്നിൽ കാണിച്ചത്. പക്ഷെ എന്റെ ചോദ്യം എന്തല്ല, ആളുകൾ ഇതേമാതിരി കുഞ്ഞാറ്റിന്റെ ഭർത്താവിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ്? കുഞ്ഞാറ്റ് തന്നെയല്ലേ? ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പബ്ലിക്കിൽ ഒന്ന് പറഞ്ഞതിനെ കൊണ്ടല്ലേ ആളുകൾക്ക് ഇങ്ങനെ പറയാൻ ഇടവെക്കുന്നത്. എന്റെ ഭർത്താവ് അങ്ങനെ ആക്കുന്നില്ല, ഇങ്ങനെ ആക്കുന്നില്ല, എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടും ഞാൻ മെന്റലി ഫിസിക്കലും ഒക്കെ ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരെ എന്താ ചിന്തിക്കുക? അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം ഭർത്താവിന് തെറി പറയാനുള്ള അവസരം ഇവിടെ കുഞ്ഞാറ്റിനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് ആളുകൾ കുറ്റം പറയുമ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കായി പ്രശ്നം. ഇപ്പൊ ഇവിടെ കുഞ്ഞാറ്റ പറഞ്ഞല്ലോ, നിങ്ങൾ കാണുന്നതല്ല എന്റെ ജീവിതം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ കഴിയുന്നതും ആ ജീവിതം അങ്ങ് പ്രൈവറ്റ് ആക്കി വെക്കുക. സ്വന്തം ഭർത്താവിന് ആളുകൾ കുറ്റം പറയേണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഭർത്താവിന്റെ നെഗറ്റീവ്സ് പബ്ലിക്കിൽ ഒന്ന് പറയാതിരിക്കുക. സ്വാഭാവികമായിട്ടും ആളുകൾ ഭർത്താവിന് കുറ്റം പറയുന്നത് നിന്നുകൊള്ളൂ. ഇതിപ്പോ നിങ്ങളിപ്പോ ഒരു ഭാഗത്തുനിന്ന് ഭർത്താവ് അങ്ങനെ ചെയ്യുന്നില്ല എങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് കമന്റ് ബോക്സിൽ ആളുകൾ ഒന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു പൊതുരീതിയാണ്. കുഞ്ഞാനൊക്കെ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. എന്തായാലും ഇത്രയൊക്കെ അയച്ചിരിക്കും. ഇനിയെങ്കിലും കുറച്ചൊക്കെ ലൈഫിൽ പ്രൈവസി കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ പിന്നെ യാതൊരു പ്രശ്നം നേരിടേണ്ടി വരില്ല. എന്തൊക്കെയായാലും ജീവിതത്തിലെ വളരെ വിഷമഘട്ടത്തിലൂടെയാണ് ഇവിടെ കുഞ്ഞാറ്റ് കടന്നു പോകുന്നത് അല്ലെ? ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് കുഞ്ഞില്ലാത്തവർക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ. എന്തൊക്കെയായാലും അത് വലിയൊരു പെയിൻ തന്നെയാണ്. അത് മറികടക്കാനുള്ള ഒരു സാധന ശക്തി കുഞ്ഞാറ്റക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ. അത്രേ എനിക്കിപ്പോ അവിടെ പറയുള്ളൂ. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.